ഇതുവരെയും ജിമ്മിലും പോയിട്ടില്ല, വീട്ടിലിരുന്നും വർക്കൗട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ഫിറ്റ്നസ് നിങ്ങൾക്ക് ചെയ്യണം അല്ലെങ്കിൽ ഫിറ്റായിട്ടിരിക്കണം എന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. നമ്മൾ ഇന്ന് തൊട്ട് വെരി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതായത് ഫസ്റ്റ് സ്റ്റേജ് തൊട്ടുള്ള വർക്കൗട്ട് സീരീസാണ് നമ്മൾ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ടു ഡേ 1 ഓഫ് ഹോം വർക്കൗട്ട് സീരീസ് ഫോർ ബിഗിനേഴ്സ്. ആദ്യം കുറച്ച് നേരം ഒരു 2-3 പ്രാവശ്യം എങ്കിലും നന്നായിട്ടൊന്ന് ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് പുറത്തേക്ക് വിടുക, നന്നായിട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വാമപ്പ് സെഷൻ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാ ജോയിൻസും മൂവ് ചെയ്യുന്ന വിധത്തിൽ, ഹെഡ് ടു ടോ ഓൾ ജോയിൻസ് മൂവ് ചെയ്യുന്ന വിധത്തിലുള്ള കുറച്ച് റൊട്ടേഷൻസും കാര്യങ്ങളും എൻ്റെ ലാസ്റ്റ് വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് വാമപ്പ് സെഷൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി വാമപ്പ്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സ്ക്വാട്ട് ചെയ്യുക എന്ന് പറഞ്ഞത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാനിവിടെ പ്രിഫർ ചെയ്യുന്നത് ചെയർ സ്ക്വാട്ട്സ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് വെരി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒരു ചെയർ എടുക്കുക, ഷോൾഡർ വിഡ്ത്തിൽ ലെഗ്സ് പ്ലേസ് ചെയ്യുക, കീപ്പ് യുവർ ബാക്ക് സ്ട്രെയിറ്റ്. നമ്മുടെ ലെഗ്സ് ഷോൾഡർ വിഡ്ത്തിൽ പ്ലേസ് ചെയ്യുക. നിങ്ങൾക്ക് കൈ എവിടെ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം, ഇങ്ങനെ പിടിക്കാം. നിങ്ങൾക്ക് എവിടെയാണോ കൂടുതൽ സൗകര്യം, എവിടെയാണോ കംഫർട്ടബിൾ അങ്ങനെ വെക്കുക. ബാക്ക് നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. 1 2 3 4 5 6. അപ്പോൾ ഇതാണ് ചെയർ സ്ക്വാട്ട്സ്. ഇതൊരു 12 പ്രാവശ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത്രയും പ്രാവശ്യം ചെയ്യുക. ഇടയ്ക്ക് വെച്ച് ടയേർഡ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതായത് നമ്മൾ ഫസ്റ്റ് ഡേ ആണ്, അന്ന് തന്നെ നമുക്ക് കുറേ ഒന്നൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മൾ ആദ്യമായിട്ട് ബോഡി മൂവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത്രയും ചെയ്യുക. പതിയെ കൗണ്ട് കൂട്ടുക. പിന്നെ നിങ്ങൾക്ക് ചെയറില്ലാണ്ട് സ്ക്വാട്ട്സ് ചെയ്യാൻ പറ്റും. വർക്കൗട്ട് വാൾ പുഷപ്പാണ്. ത്തിൽ കൈ പ്ലേസ് ചെയ്യുക, ഈ ഒരു ഹൈറ്റിൽ കൈ പ്ലേസ് ചെയ്യുക, ഫിംഗേഴ്സ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ഗ്രിപ്പ് കൊടുക്കുക, മുമ്പോട്ട് മൂവ് ചെയ്യുക, ഈ കൈ വെച്ച് പുഷ് ചെയ്ത് ബാക്കോട്ട് എടുക്കുക. 1 2 3 4 5. ബ്ലേഡ്സ് ബാക്കിൽ വെക്കുക. അതായത് ഇങ്ങനെ ഒന്നും പിടിച്ച് ഇങ്ങനെ ഒന്നും ചെയ്യാതെ കീപ്പ് യുവർ ബാക്ക് സ്ട്രെയിറ്റ്. ഈ ഷോൾഡർ ബാക്കിലോട്ട് പിടിക്കുക. 1 2. ഷോൾഡർ ടാപ്പ്. ഇങ്ങനെ ഗ്രിപ്പ് പിടിക്കാൻ നോക്കുക, ഇങ്ങനെ നിൽക്കുക. 1 2 3 പോലെ മാക്സിമം സ്ലോ ആയിട്ട് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക, സ്ലോ ആയിട്ട് ചെയ്യുക. നെക്സ്റ്റ് വർക്കൗട്ട് ഈസ് ബ്രിഡ്ജസ് ചെയ്യുന്നത് ഫ്ലോറിൽ കിടക്കുക, ബട്ടക്സ് മേലോട്ട് ലിഫ്റ്റ് ചെയ്യുക. 1. ഓരോ വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്വാസം എടുക്കുക, സ്ലോ ആയിട്ട് ചെയ്യുക. 2. ഒരു 2 സെക്കൻഡ്സ് അല്ലെങ്കിൽ 3 സെക്കൻഡ്സ് മുകളിൽ ഹോൾഡ് ചെയ്യുക. നിങ്ങളുടെ ഗ്ലൂട്ട്സ് നന്നായിട്ട് ടൈറ്റൻ ചെയ്യുക, ആപ്സ് ടൈറ്റൻ ചെയ്യുക, ഗ്ലൂട്ട്സ് ടൈറ്റൻ ചെയ്യുക. പതിയെ താഴേക്ക് വരിക. 3 4 5. പ്ലാങ്ക് ചെയ്യുന്നത് നിൽക്കുക, ഷോൾഡർ ബ്ലേഡ്സ് ബാക്കിലോട്ട് പിടിക്കുക. മാക്സിമം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിൽക്കാൻ ശ്രമിക്കുക. ഹീപ്പായിട്ടോ അല്ലെങ്കിൽ സാഗായിട്ടോ നിൽക്കാണ്ട് പ്രോപ്പറായിട്ടൊരു സ്ട്രെയിറ്റ് ലൈനിൽ നിൽക്കാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും നേരം ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ചെയ്ത വർക്കൗട്ട്സുകളെല്ലാം തന്നെ ഫുൾ ഒന്ന് ബോഡി മൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഭാഗത്തേക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ലെഗ് വർക്കൗട്ടെന്നോ അല്ലെങ്കിൽ നമ്മൾ അപ്പർ ബോഡി വർക്കൗട്ടെന്നോ മാത്രം നമുക്കിന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇന്ന് ചെയ്ത വർക്കൗട്ട് എന്ന് പറഞ്ഞത് ഫുൾ ബോഡീനൊന്ന് മൂവ് ചെയ്യുന്ന വിധത്തിലുള്ള വർക്കൗട്ട്സ്, എല്ലാ മസിൽസിനെയും ജസ്റ്റ് ഒന്നൊന്ന് മൂവ് ചെയ്യുന്ന വിധത്തിലുള്ള വർക്കൗട്ട്സാണ് നമ്മളിന്ന് ചെയ്തത്.
അതായത് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്, നമ്മൾ വർക്കൗട്ടിന് റെഡിയാണെന്ന്, നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് നമ്മുടെ മസിൽസിനോടൊക്കെ നമ്മളൊന്ന് പറയുന്ന പോലെ എല്ലാവരെയും ഒന്ന് റെഡിയാക്കി നിർത്തുന്ന ഒരു ദിവസമായിരുന്നു എന്ന്. എല്ലാവരും മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ഒരു കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ തന്നെ മസിൽസ് വേദന എടുത്തു അല്ലെങ്കിൽ അവിടെ വേദന എടുത്തു എന്നൊക്കെ പറഞ്ഞ് നിർത്തിക്കളയാണ്ട് കണ്ടിന്യൂ ചെയ്യുക. ഈ വർഷം നമുക്ക് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് നല്ല സെറ്റായിട്ട് വരണം. ഫിറ്റ്നസ് ഗോൾ ഈ വർഷം ഒരു ഗോളായിട്ട് വെച്ചിരിക്കുന്ന എല്ലാവർക്കും ഇന്നോട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ വർക്കൗട്ട് തന്നെ നിങ്ങൾക്ക് അടുത്ത 2 ദിവസങ്ങളായിട്ടും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ടൈം കിട്ടുന്ന പോലെ ചെയ്യുക. അടുത്ത വീഡിയോസ് ഞാൻ പറ്റുന്ന പോലെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുന്നോട്ട് നമുക്ക് തുടങ്ങാം. സമയം കിട്ടുന്ന പോലെ വീട്ടിലിരുന്നാണെങ്കിലും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ജിമ്മിൽ പോയി തന്നെ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളവരുണ്ടാവും, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റാത്തവരുണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാരോട് ജിമ്മിൽ പോയിട്ട് നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാതെ, ഇത് ആദ്യം തന്നെ പോയി കുറേ മെഷീൻസ് വർക്കൗട്ട് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് ബോഡിയൊക്കെ ഒന്ന് മൂവ് ചെയ്ത് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് മെഷീൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കുറച്ച് നാൾ നമ്മൾ നമ്മുടെ സ്വന്തം ബോഡി വെയിറ്റ് യൂസ് ചെയ്തിട്ടുള്ള വർക്കൗട്ട്സ് തുടങ്ങുന്നതാണ് നല്ലത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.